ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കൈപ്പക്ക കൊണ്ടൊരു ഉപ്പേരിയാണ്. നിങ്ങളുടെ നാട്ടിൽ അതിനെ പാവയ്ക്കാന്ന് പറയുമായിരിക്കും, നമ്മളെ നാട്ടിൽ കൈപ്പക്കാന്ന് പറയല്. അതെന്താണെന്നില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക് പോന്നോളൂ കേട്ടോ. ഇതാണ് ഞങ്ങളെ കൈപ്പക്ക, നിങ്ങളുടെ പാവയ്ക്ക. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. കയ്പ്പൊക്കെ ചെറിയ രീതിയിൽ മുറിച്ചെടുത്തതാണ്, അല്ലേ? ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും, കുറച്ചല്ല ഉപ്പിന് കുറച്ചും കൂടുതൽ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പൊക്കെ നല്ല കയ്പ്പല്ലേ. കയ്പ്പക്കേനെ നിങ്ങന്ന് പാവയ്ക്കാന്നല്ല പറയല്, ആ സാധനമാണ് കേട്ടോ. അപ്പം ഇതിന് നല്ല കയ്പ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ചും കൂടുതൽ തന്നെ വേണം. സാധാ പച്ചക്കറിക്ക് ഇടുന്ന ആ രീതിയിലത്തെ ഉപ്പ് വരെ കുറച്ചും കൂടുതൽ തന്നെ ഉപ്പ് ഇടണം. എന്നിട്ട് നമ്മൾ കുറച്ചും പുളിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം കൂടി ഒഴിച്ചിട്ടെടുക്കണം. വെള്ളം മതി, അതിൻ്റെ പിണ്ടി ഇത് വേണ്ട, ഈ സാധനം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം, അല്ലേ? ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുന്ന സമയത്ത് തേങ്ങയിലിടണം. അപ്പം നമുക്കിപ്പോൾ ഇന്ന് അടുപ്പത്ത് വെക്കാം. നമ്മളെ കയ്പ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം വറ്റിയോ എന്നില്ല നോക്കാം. വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ, തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കാം. തീ സിമ്മിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്താ വെച്ചാൽ നമുക്ക് ഈ തേങ്ങ ഇരന്നിട്ടിട്ട് കുറച്ചും വെന്ത് വരാനുണ്ട്. അന്നേരം തീ സിമ്മിൽ വെച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം. അന്നേരം തേങ്ങ വെന്ത് വരും. ഇളക്കി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും താളിച്ചിടണം. അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വറവിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തു. നമ്മൾ ഈ കയ്പ്പൊക്കെ കറി വെക്കുമ്പോൾ അരി ഇട്ട് കഴിഞ്ഞാലേ അത് നല്ല രസമുണ്ട് കേട്ടോ. അതിന് ഒപ്പം ചമച്ചെടുക്കുമ്പോൾ നല്ല രസമുണ്ട്. അരി നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ? പൊങ്ങി വരുന്ന ഇത് എല്ലാ അരിയും ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിയെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇടാം. കറിവേപ്പില മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളക് ഇടിച്ചിട്ട് അതിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും കൂടി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ മുളക് പൊരിച്ച കറി ഞാൻ കണ്ടില്ല. ഈ സാധനം കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് അത് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം. പൊരിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചച്ചവ മാറി അതിന് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം. മുളക് കുനിച്ചതെന്നല്ല ഞങ്ങൾ പറയുന്നതെന്ന് പറയാം, പറങ്കി കുനിച്ചതെന്ന്. മുളക് കുനിക്കുന്നതിൽ എളുപ്പപ്പണിയാണ് പറങ്കി കുനിച്ചതെന്ന് പറയില്ല. അങ്ങനെ നമ്മളെ വറവ് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്ക് ഇത് ചെരിഞ്ഞ് കൊടുക്കാം. കറി വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്കിതൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം. അതെ, നല്ല നമുക്ക് ഈ കയ്പ്പൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ അല്ല, അതിന് മുളകും പുളിയും ഉപ്പും എല്ലാം കുറച്ചും കൂടുതൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുളക് പൊരിച്ചതും കുറച്ചും കൂടുതൽ എടുത്തിട്ടില്ലാന്ന്. ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കറി നമുക്ക് ഒരാഴ്ച വരെ നമ്മളെ വീട്ടിൽ വെക്കാം, ഒന്നും ആവില്ല. നമുക്ക് ഈ പഴങ്കഞ്ഞീൻ്റെ ഒപ്പരം ഞങ്ങളെ നാട്ടിലെ കുളുത്താണ് കേട്ടോ. കുളുത്തിൻ്റെ ഒപ്പരമെല്ലാം ഈ കയ്പ്പൊക്കെ കറിയും കൂട്ടിയിട്ട് എന്താ ടേസ്റ്റ് എന്നറിയാം. നിങ്ങളെല്ലാം കയ്പ്പൊക്കെ കറി ഉണ്ടാക്കൽ ഇങ്ങനെയാണോ? ഇങ്ങനെ ആവാൻ സാധ്യതയില്ല. നമ്മൾ കാസർഗോഡും തോന്നുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. മറ്റേ ഇത്രയും പുളി കൂട്ടാതെ വെക്കലാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടായി നോക്കിക്കോടും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിലൂടെ പറയും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.